See the Great Wall of China. Good day, dear friends. വൻമതിൽ കയറാൻ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ അതിന്റെ ഭാഗങ്ങൾ കണ്ടു. പക്ഷെ ക്ലോസ് ആണ്. നമുക്ക് പോകേണ്ട ഇവിടെ ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് വേറെ സൈഡിലാണ് പോകേണ്ടത്. വൻമതിൽ അങ്ങനെ ഒത്തിരി ദൂരത്തേക്കുണ്ടല്ലോ. അതങ്ങനെ നീണ്ടു പോകുന്നു. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ഗ്രേറ്റ് വാളിന്റെ അടിവാരത്തിലെത്തി. എന്നിട്ട് കയറി തുടങ്ങി. ഞാനും കയറാൻ തുടങ്ങി. ഞങ്ങൾ ഗ്രൂപ്പ് മൊത്തം ഉണ്ടേ. ഇതാണ് അതിന്റെ അടിവാരം. എല്ലാം ടൂറിസം ബേസ്ഡ് ആണല്ലോ. എല്ലാം വളരെ ആകർഷകമാക്കിയിട്ടുണ്ട്. ഒരു 360 ഡിഗ്രി വ്യൂ കൊണ്ട് തന്നെ തുടങ്ങാം. ഞങ്ങളുടെ ഫ്രണ്ട്സിലൊരാളാണിത്. ഇതൊക്കെ ഞങ്ങൾ ഒന്നിച്ചു കയറുന്ന ഫ്രണ്ട്സാണ്, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് നല്ലൊരു ഗ്രൂപ്പായിരുന്നു. കുറച്ച് മലയാളീസും പിന്നെ കുറച്ച് തമിഴിയൻസും. ഈ രണ്ട് കൂട്ടരും പിന്നെ ഞങ്ങളുടെ പ്രിയങ്കരനായ ടൂർ മാനേജർ മുബഷീറും കൂടെ ആയപ്പോഴേക്കും നല്ലൊരു ടീമായിരുന്നു. അടിച്ചു പൊളിച്ചാണ് തിരിച്ചു വന്നത്. ഞാൻ വളരെ കാര്യമായിട്ട് ഒത്തിരി നാൾ ആഗ്രഹിച്ചിരുന്നിട്ട് വന്നൊരു സ്ഥലമാണ്. കയറാൻ പറ്റുമോ എന്നറിയില്ല, മുഴുവൻ കയറാൻ പറ്റുമോ എന്നറിയില്ല. എന്നാലും വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അത് ലാസ്റ്റ് എത്തുന്നിടം വരെ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ തന്നെ. ഇത്രയും ഭാഗം ഞാൻ ഓൾറെഡി കയറി കഴിഞ്ഞു. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ കാണുന്നത്. അവിടെയുള്ള മതിലാണിത്. ഇതൊക്കെ ഞങ്ങളുടെ കമ്പാനിയൻസാണ്. കയറി പോകുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോയും ഫോട്ടോസും എടുത്തെടുത്താണ് പോകുന്നത്. And the site is Great Wall of China. I'm climbing now. Happy to see you. ഒരു ചെറിയ കുഞ്ഞ് കയറാൻ ബുദ്ധിമുട്ടുന്നതിൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത്. ഇതൊക്കെ ലോകത്തിലെ മഹാത്ഭുതങ്ങളിലൊന്നാണല്ലോ പറയുന്നത്. പക്ഷെ നമ്മൾ കയറി കഴിയുമ്പോൾ അതെല്ലാം നിസ്സാരങ്ങളായി തോന്നും. അതെല്ലാ കാര്യവും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമല്ലോ. കുറച്ചങ്ങ് കയറി ചെല്ലുമ്പോൾ ഒരു കവാടവും ഒരു തളവുമുണ്ട്. അതാണിത്. ഈ വലിയ വോളെന്ന് പറയുന്നത് ഒരു നാടിൻ്റെ ചുറ്റിലും ഉള്ളതാണല്ലോ. വളഞ്ഞ് പൊളഞ്ഞ് നീണ്ടു കിടക്കുന്ന വോൾ. ഇതാ 3rd ടവറിൻ്റെ ഭാഗമാണ്. 4th ടവറും കൂടെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് മലമടക്കുകളാണ്, താണും ഉയർന്നും എല്ലാം. ഏറ്റവും ടോപ്പാണത്. അതിന് താഴേക്ക് ഇറങ്ങി വീണ്ടും കയറുക, അങ്ങനെയാണ് പോകുന്നത്. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, 30th June 2026. സെക്കൻഡ് ടവർ ഓഫ് ദി നോർത്ത് സൈഡ്. ആ തളവാണിത്. ഒരു തളമുണ്ടെന്ന് പറഞ്ഞില്ലേ. പിന്നെയും ഇങ്ങനത്തെ ടവറുകൾ അല്ലെങ്കിൽ തളങ്ങൾ ഉണ്ട്. അവിടെ കുറച്ച് സമയം നമുക്ക് നിന്ന് വിശ്രമിക്കാം. ഇതൊക്കെയും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരാണ്. ഒരു ഷോള് കയ്യിലുള്ളത് എപ്പോഴും നല്ലതാണല്ലോ. അങ്ങനെ ഷോളും കൊണ്ട് കയറി അവസാനം ഷോൾ ഒരു ശല്യമായപ്പോൾ അരയിൽ അതങ്ങ് കെട്ടിയിട്ട് ഫ്രീ ആയിട്ട് കയറി പോകുന്ന ഭാഗമാണ്. എന്നാലേ ശരിക്കും കയറാൻ പറ്റുള്ളൂ, വീഴരുതല്ലോ. ആദ്യമൊക്കെ കുറച്ച് വലിയ സ്റ്റെപ്സാണ്. ലാസ്റ്റ് ആകുമ്പം കുറച്ച് ചെറിയ ഉയരം കുറഞ്ഞ സ്റ്റെപ്സാണ്. കയറാനൊക്കെ പറ്റും. പ്രായഭേദമന്യേ ആളുകൾ കയറുന്നുണ്ട്. ഇതങ്ങ് ടോപ്പിലാണ്. നമ്മുടെ പറയാൻ പറ്റുന്ന മാക്സിമം ടോപ്പിൽ കയറി ലാസ്റ്റ് ചെറിയ സ്റ്റെപ്സ്. ആദ്യം വലിയ സ്റ്റെപ്സാണ്. കുറച്ച് ട്രൈ ചെയ്താൽ ഞങ്ങൾക്ക് ടോപ്പ് വരെ കയറി. ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ഇണക്കമുള്ള ചൈനക്കാരുമായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കലുണ്ട്. മിക്കവരും അങ്ങനെയൊക്കെയാണ്. ഇത് ആദ്യത്തെ ടവറാണ്. ഫോട്ടോയിൽ ലാസ്റ്റ് വന്നതേ ഉള്ളൂ. വെൽക്കം ടു ബീജിംഗ് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്.
ഇതൊക്കെ ഞങ്ങളുടെ തമിഴ് ഫ്രണ്ട്സാണ്. ഞങ്ങൾക്ക് നല്ല കുറേ ഫ്രണ്ട്സിനെ തമിഴ്നാട്ടിൽ നിന്നും കിട്ടി. നല്ല രസമല്ലേ ഈ പച്ചപ്പ് കാണാൻ, പച്ച മലനിരകൾ കാണാൻ. ഇടയ്ക്കിടയ്ക്ക് 360 ഡിഗ്രി വ്യൂ എടുക്കുന്നതേ ഉള്ളേ, അതൊരു രസമല്ലേ. ഞാനിങ്ങനെ ഒത്തിരി എഫേർട്ട് എടുത്ത് പല സ്ഥലങ്ങളിലൂടെ പോകാറുണ്ട്. നാഷണലി ആൻഡ് ഇൻ്റർനാഷണലി പോകുന്നതിൻ്റേത് വീഡിയോ എടുക്കുകയും അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പലപ്പോഴും ഡിസ്ക്രിപ്ഷനും കൊടുക്കാറുണ്ട്, ഡീറ്റെയിൽസൊക്കെ അവിടെ കാണും. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.